ഇക്കഴിഞ്ഞ മാർച്ച് 1 നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്നും ഫ്യൂർട്ടെവെൻചുറയിലേക്ക് പുറപ്പെട്ട ജെറ്റ് 2 വിമാനത്തിൽ വെച്ചായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ പിറന്നത്. വിമാനത്തിൽ വെച്ച് പെട്ടെന്നായിരുന്നു ഒരാൾ കർത്താവായ യേശുവേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഉടൻ തന്നെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. Yep, that's what I'm doing. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, വിമാന കമ്പനി അത്തരത്തിലൊരു വാദം അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ ആ മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നും പറഞ്ഞിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിനെതിരെ തിരിയുകയും അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ മനുഷ്യന് വിമാന കമ്പനി യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്ന് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഒരുപക്ഷെ ആ മനുഷ്യൻ ആദ്യമായി വിമാനത്തിൽ കയറുന്ന ഒരാളാണെങ്കിലോ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള രീതികളെക്കുറിച്ച് അറിയാത്ത ഒരാളാണെന്ന് തോന്നുന്നു എന്നും ഒരുപാട് പേർ പ്രതികരിച്ചു. ഒരു ഭാഗം മാത്രം കേട്ട് ഒരാളെ വിമർശിക്കരുത് എന്നും നിരവധി പേർ പറയുന്നുണ്ട്. വിമാനത്തിൻ്റെ ലാൻഡിങ്ങിന് ശേഷം ആ മനുഷ്യന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ മാസം ജെറ്റ് 2 വിമാനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കാനറി ദ്വീപിൽ നിന്നും നോട്ടിംഗ്ഹാമിലേക്ക് പറന്ന ജെറ്റ് 2 വിമാനത്തിൽ വെച്ച് ഒരു യാത്രികൻ മരണപ്പെടുകയും അതേ തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടിയും വന്നിരുന്നു.